സാർ. ആ ഇവ വാ. കണ്ണനിന്ന് നേരത്തെ ഉറങ്ങിയല്ലേ? ആ അവന് നല്ല ക്ഷീണമുണ്ട്. അല്ല ഇതെന്താ കയ്യിൽ? അത് ആൻറ്റി. ഓ അമ്മ തന്നയച്ചതാണോ? എന്നാൽ താൻ കുടിച്ചേക്ക്. എനിക്ക് ഒരു കാര്യം പറയണമായിരുന്നു. താൻ ഫ്രീ ആണോ? ആ സാർ പറഞ്ഞോളൂ. കണ്ണന് വേണ്ടിയിട്ടാണ് താൻ ഈ മാരേജിന് തയ്യാറായത് എന്ന് എനിക്കറിയാം. ഒരിക്കലും താൻ എന്നെ ഒരു ഹസ്ബൻഡായിട്ട് കാണില്ലെന്ന് എനിക്കറിയാം. സാറ് പറഞ്ഞ കറക്റ്റാ. എനിക്ക് സാറിന് അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. ഈ കാര്യം ഞാൻ എങ്ങനെ സാറിൻ്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എന്നാലും സാർ എങ്ങോട്ട് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞ കണ്ണനെ വിചാരിച്ചിട്ടാ ഞാൻ ഇവിടേക്ക് നിന്നത്. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ഡാഡി എടുത്ത് പറഞ്ഞപ്പോൾ ഡാഡിക്കും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ. എനിക്കറിയാം സാറിനും എന്നെ ഒരു വൈഫായിട്ട് കാണാൻ പറ്റില്ല. ആ അതെ അതെ, നമ്മളെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ആ പിന്നെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു കണക്കിനെ നോക്കിയാൽ അതും ശരിയാ. താനിതുവരെ ഇത് കുടിച്ചില്ലേ? ഇഷ്ടമാണെങ്കിൽ കുടിച്ചേക്ക്. അപ്പോൾ അല്ല സാറ് കുടിക്കുന്നില്ലേ? ഏയ് താൻ കുടിച്ചേക്ക്, എനിക്കതൊന്നും ഇഷ്ടമല്ല. അല്ല സാർ ഇവിടെ കിടന്നു, ഞാൻ എൻ്റെ റൂമിൽ തന്നെ കിടന്നോളാം. ഏയ് അത് വേണ്ട, താനിവിടെ കിടന്നോ, ഞാൻ മാറി കിടന്നോളാം. ശരി ചെന്ന് കിടന്നോ. ഗുഡ് നൈറ്റ്. എത്ര പെട്ടെന്ന് നേരം വിളിക്കും. കണ്ണനില്ലാഞ്ഞിട്ട് ഇന്നലെ തുറക്കം തീരെ ശരിയായില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് വരാം. ഇനിയിപ്പോൾ 2 ദിവസം ഓഫീസിലോട്ടൊന്നും പോകണ്ടല്ലോ. അതുകൊണ്ട് സാവധാനം അങ്ങ് ഫ്രഷ് ആവാം. ഇതേ പാര എൻ്റെ പുറകിൽ. ആ ഇവ താനോ? ഇവയാന്റിയുടെ സൗണ്ട് അല്ലേ അത്? എന്താ പറ്റിയ? ഇവയാന്റി, ഡാഡി. അയ്യേ സോറി, ഞാൻ പോവാ. ആ കണ്ണ. അയ്യേ ഇവ എന്ത് വിചാരിച്ചോ എന്തോ. ഓ കണ്ണൻ എന്ത് വിചാരിച്ചു കാണും. ഇവയാന്റിയെ ഞാൻ അമ്മ എന്ന് വിളിച്ചോട്ടെ? എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ ആന്റി? അതിനെന്താ കണ്ണ, നീ എന്നെ അങ്ങനെ തന്നെ വിളിച്ചാ മതി. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. ഇനി മുതൽ ഞാൻ ഈ കണ്ണന്റെ അമ്മ. അതെ അമ്മ കണ്ണന്റെയാ. എന്നാ പിന്നെ അമ്മയ്ക്ക് പകരം അത് കിടന്നാലോ? ആ കിടക്കാം അമ്മ. ഡാഡിക്ക് വാക്കില്ലെങ്കിൽ ഞങ്ങളെ കൂടെ കിടക്കാവോ? ആ കണ്ണ, നിങ്ങൾ കിടന്നേക്ക്. ഡാഡിക്ക് കുറച്ചുകൂടെ വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡാഡി കൂടെ വന്ന് കിടന്നോളാം. കണ്ണ, എനിക്ക് ഡാഡിയുടെ വാക്ക് കഴിഞ്ഞിട്ട് നാളെയാവും വന്ന് അടുത്തത് കിടക്കാം. എടോ, നിന്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടി ഹാപ്പിയാ. അവൻ്റെ അമ്മയായിട്ട് എന്നും നീ കൂടെ ഉണ്ടാവണം. ആരിത്? സോറി, താനിവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല. അയ്യേ, ഇയാളങ്ങനെ കൃത്യസമയത്ത് വരില്ലേ? ഇവ റാമിനെ വിളിച്ചിട്ട് വാ, ചെല്ലു. ഞാനോ? അയ്യേ, ഞാൻ ഇതുവരെ ആരുടെ മുന്നിൽ പോലും പോയിട്ടില്ല. മോളെന്താ ആലോചിക്കുന്നേ? ചെന്ന് വിളിച്ചിട്ട് വാ. ആ അമ്മ, ഞാൻ ചെല്ലാം.